കംപ്ലൈൻ്റ് ആയിട്ട് വന്നുള്ളത് ഹുണ്ടായുടെ ഗ്രാൻഡ് ഐട്ടൺ ന്യൂ മോഡലാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആക്സലറേഷൻ നമ്മൾ ഫുൾ ത്രോട്ട് കൊടുത്തു കഴിഞ്ഞാലും ഫുള്ളായിട്ട് നമ്മൾ ആക്സലറേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും 2000 RPM മുകളിലേക്ക് റേസ് ആവുന്നില്ല. ഫുൾ പ്രസ്ഡ് ആണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ മീറ്ററിൽ ചെക്ക് എഞ്ചിൻ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കത്തുന്നുണ്ട്. ഇപ്പോൾ സ്കാനിങ് ടൂൾ കണക്ട് ചെയ്തിട്ട് ഈ വണ്ടിയുടെ കംപ്ലയിൻസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്കാനിങ് ടൂൾ വാഹനവുമായിട്ട് കണക്ട് ചെയ്തു. ഇഗ്നീഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയഗ്നോസിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് കംപ്ലയിൻസ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എഞ്ചിൻ കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എഞ്ചിൻ കൺട്രോൾ ഓപ്ഷനിൽ നമ്മൾ ട്രബിൾ കോഡ്സ് എന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അത് ത്രോട്ടിൽ ആക്ച്വേറ്റർ കൺട്രോൾ റേഞ്ച് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. എന്ത് ആക്റ്റീവ് ആയിട്ടാണ് എടുക്കുന്ന സ്റ്റാറ്റസ്. ജസ്റ്റ് റേസ് ചെയ്ത് നോക്കാം. അതിപ്പോൾ നമുക്ക് ത്രോട്ടിൽ ആക്ച്വേറ്റർ കൺട്രോൾ പെർഫോമൻസ് പെൻഡിങ്ങിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഓഫ് ആയിട്ടില്ല. ചെക്ക് എഞ്ചിൻ ലൈറ്റ് അതേപോലെ തന്നെ സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്. ത്രോട്ടിലിൻ്റെ മോട്ടോറായിട്ട് വരുന്നത്. ഇതിൽ ടോട്ടൽ 6 വയേഴ്സാണ് എന്നുള്ളത്. ഇതിൽ നമുക്ക് 2 വയർ ഉണ്ടല്ലോ, ഈ ഗേജ് കൂടുതലുള്ള 2 വയറാണ് നമുക്ക് ത്രോട്ടിലിൻ്റെ മോട്ടോറിനെ കൺട്രോൾ ചെയ്യുന്ന വയേഴ്സായിട്ട് വന്നിട്ടുള്ളത്. ബാക്കി വരുന്നത് ത്രോട്ടിൽ പൊസിഷൻ സെൻസേഴ്സിൻ്റെ കണക്ഷൻസ് ആയിട്ടുള്ളത്.